നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കഴുത്തിൽ കല്ല് കെട്ടിയ നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിയുമായി പോലീസ് നിർണായകമായ തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ കടം വീട്ടിയ ഇടങ്ങളിൽ എത്തിച്ചിരുന്നു. മാത്രമല്ല വയോധിക താമസിക്കുന്ന വീട്ടിലും പ്രതിയുമായി തെളിവെടുപ്പിന് പോലീസ് എത്തിയിരുന്നു. കൊല്ലപ്പെട്ടത് ആറാട്ടുപുഴ സ്വദേശി തങ്കമ്മയാണ്. 80-കാരിയാണ് കൊല്ലപ്പെട്ടത്. സമീപവാസിയായ കനകക്കുന്ന് കൊച്ചുപടന്നയിൽ സ്വദേശി പ്രകാശനാണ്, 54 വയസ്സുകാരനാണ് അതിക്രൂരമായ ഈ കൊലപാതകം ചെയ്തത്. പ്രതിയെ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചത്. ശേഷം സ്വർണം വിറ്റ് കായംകുളത്ത് കടയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയി. കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ അപേക്ഷ വാങ്ങിയ ശേഷമാണ് തങ്കമ്മയുടെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചത്. നാടകീയമായ സംഭവ വികാസങ്ങളാണ് പ്രകാശനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അരങ്ങേറിയത്. ജനങ്ങൾ ഒന്നടങ്കം, അതായത് ആ സമീപ പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ളവർ ആ വീട്ടു പരിസരത്ത് കൂടിയിരുന്നു. നാട്ടുകാരൊക്കെ കൂടിയിരുന്നു. എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എന്തിനാണ് ഇത്രയും ക്രൂരത ആ അമ്മയോട് ചെയ്തത് എന്നാണ്. പ്രത്യേകിച്ച് തങ്കമ്മയുടെ മകൻ ഈ വീട്ടിനുള്ളിലേക്ക് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ തങ്കമ്മയുടെ മകൻ പടിക്കൽ നിന്ന് ഈ പോലീസിന്റെ നടുവിലൂടെ വരുന്ന പ്രകാശനെ നോക്കി എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നതെന്ന് ഉറക്കെ ചോദിക്കുകയുണ്ടായി. ഒരു മകന് അവകാശപ്പെട്ട ചോദ്യമാണ്, ഒരു മകന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അത്തരത്തിൽ ആ മകൻ വളരെ വേദനയോടെ നീ എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നതെന്ന് അലറി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ പോലീസുകാർ മകനെ പിടിച്ചു മാറ്റുകയുണ്ടായി. മാറി നിൽക്കട അങ്ങോട്ടെന്ന് പറഞ്ഞായിരുന്നു പോലീസുകാർ മകനെ മാറ്റി നിർത്തിയത്. വീടിനകത്തേക്ക് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴായിരുന്നു എൻ്റെ അമ്മയെ നീ എന്തിനാടാ കൊന്നതെന്ന ചോദ്യവുമായി മകൻ പാഞ്ഞെത്തിയത്. പിന്നാലെയാണ് പോലീസുകാർ ഇയാളെ മറച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുകയും അയാളോട് മാറി നിൽക്കട എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തത്. ശേഷമാണ് പ്രകാശിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളടക്കം ഈ ഒരു സംഭവം, അത് ഈ വീഡിയോ വൈറലായതോടെ, ഈ വീഡിയോ വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാറി നിൽക്കട എന്ന് പറയാൻ വേണ്ടി മാത്രം അയാൾ എന്ത് തെറ്റാണ് അവിടെ ചോദിച്ചതെന്നാണ് പോലീസിനോട് ജനങ്ങൾ കമന്റിലൂടെ ചോദിക്കുന്നത്. എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നതെന്ന് ചോദിച്ചതിനുള്ള ഏമാമാരുടെ മറുപടി കേട്ടോ. മാറി നിൽക്കട അങ്ങോട്ടെന്ന് പറഞ്ഞാണ് ഏമാമാർ ഇതിന് മറുപടി നൽകുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ആക്രോശിക്കുന്നത്? അമ്മയെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് മകൻ വേദനയോടെ ചോദിക്കുന്ന സാഹചര്യത്തിൽ മാറി നിൽക്കട എന്ന് പറഞ്ഞാണോ ആ ഒരു സന്ദർഭത്തെ പോലീസ് നേരിടേണ്ടിയിരുന്നത് എന്ന ഒരു ചോദ്യമൊക്കെ ജനങ്ങൾ കമന്റുകളിലൂടെ ഉന്നയിക്കുന്നുണ്ട്. മാറി നിൽക്കട എന്ന് പറഞ്ഞ് ദാസനെ തള്ളി മാറ്റുന്ന ആ പോലീസുകാരനാണ് ഈ വിധിയെങ്കിൽ അവൻ എങ്ങനെ പ്രതികരിച്ചേനെ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. പോലീസ് എസ്കോർട്ട് കുറവാണ്. പിന്നെ സ്വന്തം അമ്മയെ കൊന്ന കൊലയാളിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ഏമാമാർക്ക് നൊന്തു. നിങ്ങളെപ്പോലെ കാക്കിയിട്ട് ചില ചെകുത്താന്മാർ ഇവിടെ മറ്റൊരു ജനതയെ സൃഷ്ടിക്കും. നല്ലവരായ 1000 പോലീസുകാർക്കിടയിൽ ഒന്നിങ്ങനെ ആയാൽ അത് മറ്റുള്ളവരെയും ബാധിക്കും. പ്രത്യേകിച്ച് മാറ്റി നിർത്തിയതും അല്ലെങ്കിൽ പ്രതിരോധം തീർത്തതും ഒന്നും ഒരു ആളുകൾ എതിർക്കുന്നില്ല. പക്ഷേ മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞതിനെതിരെയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ശക്തമാകുന്നത്. അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കൊലപാതകിയെ മുന്നിൽ കണ്ടപ്പോൾ ആ മകൻ അത്രയും ചോദിച്ചത് മാത്രമേ ഉള്ളൂ: എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നത് എന്ന് വേദനയോടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അതിന് മാറി നിൽക്കണ എന്ന് പറഞ്ഞല്ല മറുപടി പറയേണ്ടിയിരുന്നത് എന്നാണ് ജനവികാരം. ജനങ്ങൾ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. മാറി നിൽക്കണ അങ്ങോട്ടെന്ന് പറയാൻ എങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ ആ വേദനയോടെ നിൽക്കുന്ന മകൻ, തകർന്നു നിൽക്കുന്ന ആ മകനോട് ഇത്തരത്തിൽ ആക്രോശിക്കാൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. മാത്രമല്ല അവിടെ കൂടി നിന്ന സ്ത്രീ ജനങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു പാവം അമ്മയായിരുന്നു തങ്കമ്മ. അവരെന്തിനാണ് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? ആ അമ്മയുടെ സ്വർണമൊക്കെ കട്ടെടുത്തോ? എന്നിട്ട് ആ അമ്മയെ നിനക്ക് ജീവനോടെ വച്ചുകൂടായിരുന്നു എന്നാണ് ആ പ്രദേശത്തുള്ള സ്ത്രീകൾ ഒന്നടങ്കം ഈ തെളിവെടുപ്പിനിടെ ചോദിക്കുന്നത്. കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ അമ്മയെ ആക്കി കളഞ്ഞില്ല. അവസാനമായിട്ട് അല്ലെങ്കിൽ ആ മൃതദേഹത്തിലോട്ടൊന്ന് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നീ ആക്കി കളഞ്ഞല്ലോ. എന്തിനാണ് ഇത്രയും ക്രൂരത നീ അമ്മയോട് ചെയ്തതെന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രദേശവാസികളായ സ്ത്രീകളും ചോദിച്ചു. സാറുമാർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവന് 2 അടി കൊടുത്തില്ലല്ലോ എന്ന് പോലീസിനോടും ഈ സ്ത്രീകൾ പറയുകയുണ്ടായി. അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവനെയൊക്കെ എന്തിനാണ് സാറെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത്? കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങാനല്ലേ എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ പോലീസിന് നേരെ ഉയർന്നത്.
അതേസമയം അവിടെ നിന്നൊരു പോലീസുകാരൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു മറുപടിയും ജനങ്ങൾക്ക് നൽകുകയുണ്ടായി. എന്തായാലും നാടകീയമായ സംഭവ വികാസങ്ങളാണ് പ്രകാശിനെ ചോദ്യം ചെയ്യലിനെത്തിച്ചപ്പോൾ നടന്നത്. കിഴക്കേക്കര കനകക്കുന്നിലാണ് കാണാതായ വയോധികയുടെ മൃതദേഹം കൈകാലുകൾ ബന്ധിച്ച് കഴുത്തിൽ കല്ല് കെട്ടിയിട്ട നിലയിൽ മല്ലിക്കാട്ട് കടവിന് സമീപം കായലിൽ കണ്ടെത്തിയത്. കനകക്കുന്ന് ജെട്ടിക്ക് സമീപം സാധുപുരത്ത് തെക്കതിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തങ്കമ്മയാണ് കൊല്ലപ്പെട്ടത്. 80 വയസ്സുകാരിയാണ് അതിക്രൂരമായി സമീപവാസി പ്രകാശൻ കൊലപ്പെടുത്തിയത്. തലയ്ക്ക് പിന്നിലേറ്റ മുറിവും കൈകാലുകൾ ബന്ധിച്ച് കായലിൽ തള്ളിയപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കയറിയതുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതൊരു മോഷണം അതിനോടനുബന്ധിച്ച് നടന്ന കൊലപാതകം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ തങ്കമ്മയെ കാണാനില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കൊലപാതകം സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഗ്യാസ് എടുത്ത് അകത്ത് വീട്ടിലേക്ക് വയ്ക്കുക, അതായത് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ സമീപവാസികളോട് പലപ്പോഴും സഹായങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ഈ പ്രകാശനോട് തങ്കമ്മ ഗ്യാസ് കുറ്റി എടുത്ത് അകത്ത് വെച്ച് തരണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നാലെ ഇയാൾ ഗ്യാസ് കുറ്റി എടുത്ത് അകത്ത് വെക്കുന്നു. ഈ സമയത്താണ് ഇവരുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ പ്രതിയുടെ കണ്ണിൽ കുടുങ്ങുന്നത്. ഞായറാഴ്ച രാത്രിയോടെ പ്രതി എത്തി കൊലപാതകം ചെയ്യുകയായിരുന്നു. ഭർത്താവ് മരിച്ച തങ്കമ്മ തനിച്ചാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. വിദേശത്ത് ഉദ്യോഗസ്ഥനായ മകൻ സത്യദാസിന്റെ വീട് അടുത്താണ്. വിവാഹിതയായ മകൾ ഷൈമോളും വേറെയാണ് താമസം. തിങ്കളാഴ്ച രാവിലെ വീട്ടിലെത്തിയ ഷൈമോൾ അമ്മയെ കാണാതെ എല്ലായിടത്തും അന്വേഷിച്ചിരുന്നു. തുടർന്ന് കനകക്കുന്ന് പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെയാണ് കായലിൽ ജഡം പൊങ്ങിയത്. തങ്കമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അറിയാവുന്നവരാകണം കൊലപാതകത്തിന് പിന്നിലെന്ന് തുടക്കം മുതൽ തന്നെ പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. ഇവരുടെ സമീപവാസിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. 5ഓളം പേരെ ചോദ്യം ചെയ്തു. പിന്നാലെയാണ് പ്രകാശിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇവരുടെ വീടിന്റെ പിൻവശത്ത് കായലിലൂടെ വള്ളത്തിൽ വന്ന് കൃത്യം നടത്തി തിരികെ പോയതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ സംശയം. ഞായറാഴ്ച രാത്രി അതിശക്തമായ മഴ പെയ്തിരുന്നു. അയൽവാസികൾ ഒന്നും അറിയാതെ പോയത് ഇക്കാരണത്താലാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് വിളിയോ നിലവിളിയോ ഒന്നും കേൾക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. തങ്കമ്മയ്ക്ക് വേണ്ടി അന്വേഷണം വ്യാപകമായി നടക്കുമ്പോഴാണ് മല്ലിക്കാട്ട് കടവിന് സമീപം കായൽ നടുവിൽ സ്ത്രീയുടെ ജഡം പൊങ്ങിയതായി അറിയുന്നത്. പിന്നാലെ ഉറ്റവരൊക്കെ അത് തങ്കമ്മയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പിന്നെ പ്രതിക്കായുള്ള തിരച്ചിലായിരുന്നു. പ്രതിയിലേക്ക് എത്താൻ പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളൊന്നുമില്ല. മാത്രമല്ല വലിയൊരു കടമ്പ തന്നെയായിരുന്നു പ്രതിയിലേക്ക് എത്തുക എന്നത്. വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് പ്രതിക്ക് ഒളിവിൽ പോകാൻ പോലും ഗ്യാപ്പ് കൊടുക്കാതെ പ്രതിയിലേക്ക് വേഗത്തിൽ തന്നെ എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നതും ഏറെ നേട്ടമായി മാറി. ചോദ്യം ചെയ്യലും മൊഴിയിലുള്ള പരസ്പര വിരുദ്ധത ഇതെല്ലാം ചേർന്നാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ തന്നെ എത്തിയത്. കേസിൽ 3 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം. ജില്ലാ പോലീസ് മേധാവിയുടെയും തൃക്കുന്നപ്പുഴ കനകക്കുന്ന് SHOമാരുടെയും നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് അന്വേഷണം നടത്തിയത്. വയോധിക ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ടെന്നും വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി. പിന്നാലെ ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ച പുലർച്ചെയോ വീടിന് വെളിയിൽ ഇറങ്ങി തങ്കമ്മയെ അപായപ്പെടുത്തി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. പിന്നാലെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ആഭരണങ്ങൾ മോഷ്ടിക്കാനാണ് താൻ ഈ ഒരു മോഷണ ശ്രമം പിന്നാലെ കൊലപാതകം നടത്തിയതെന്ന് പ്രതി പ്രകാശൻ മൊഴി നൽകി. ഞായറാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നതെന്നും പ്രതി പറഞ്ഞു. ഈ പ്രതിയിലേക്ക് എത്താൻ സഹായകമായ ചില ഘടകങ്ങളിൽ ഒന്ന് ഈ തങ്കമ്മയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയറിന്റെ ആ കെട്ടുന്ന രീതിയാണ്. കഴുത്തിൽ കെട്ടിയ കയറിന്റെ പ്രത്യേകതയാണ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പ്രകാശിലേക്ക് അന്വേഷണം എത്തിച്ചത്. മത്സ്യബന്ധന ബോട്ടിലും മറ്റും ഉപയോഗിക്കാറുള്ള പ്രത്യേക തരം കയറുകൊണ്ടാണ് തങ്കമ്മയുടെ കഴുത്തിലെ കല്ല് കെട്ടിയത് പ്രകാശൻ. മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രകാശന്റെ വീട്ടുമുറ്റത്ത് അയ കെട്ടിയിരിക്കുന്നതും ഇത്തരം കയറുകൊണ്ടാണെന്ന വിവരം പോലീസിന് കിട്ടി. കടബാധ്യതകളുള്ള ഇയാൾ ചില കടങ്ങൾ വീട്ടിയതിന്റെ സൂചനയും കിട്ടി. തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും പ്രതി കുറ്റം സമ്മതിച്ചതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.